ഇവാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കപ്പയും മീനും കൊണ്ടുള്ള ഒരു തനി നാടൻ ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നെത്തോലി, കപ്പ, ചെറിയ ഉള്ളി, ഇഞ്ചി, വറ്റൽമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, കുടംപുളി, കോക്കനട്ട് ഓയിൽ, കടുക്, ഇത്രയുമാണ് ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. അപ്പോൾ നമ്മുടെ കപ്പ ഇതേപോലെ തന്നെ കൊത്തിയരിഞ്ഞ് വെക്കണം. മീൻ നല്ല വൃത്തിയാക്കി വെക്കണം. എന്നിട്ട് നമ്മൾ തേങ്ങ, ഇഞ്ചി, പച്ചമുളക്, ഉള്ളി സെപ്പറേറ്റ് ചതച്ചെടുക്കണം. ഇനി നമ്മളൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് വേണം നിങ്ങളിത് വേവിച്ചെടുക്കേണ്ടത്. ഒറ്റ വിസിൽ കൊണ്ട് തന്നെ ഇത് വേവുന്നതാണ്. ഇനി നമ്മൾ ഒരു ചട്ടിയിലേക്ക് മീൻ ഇട്ടിട്ട് നമ്മൾ ഈ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും ചതച്ചതും കൂടെ ഇതിലേക്ക് ഇടുക. എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് കുടംപുളി ആഡ് ചെയ്യാം. ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ തേങ്ങയുടെ നമ്മൾ ചതച്ച വെള്ളമുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വേവിക്കാം. ഇതിലേക്ക് ഞാൻ വീണ്ടും കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ മീൻ പീര ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇതിന് അധികം വേവില്ല. അതിപ്പോൾ നമുക്കത് നന്നായിട്ട് മീൻ പൊടിഞ്ഞു പോകാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ പീരയുടെ അകത്തെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് കടുക് വറുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ അതൊന്ന് ചൂടായി കഴിയുമ്പോൾ കടുകിട്ടിട്ട് കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ കൊച്ചുള്ളി ഇട്ട് കൊടുക്കണം. അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. ഇനി കറി ലീവ്സ് ഇട്ട് കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി നമുക്കത് വേറെ മാറ്റി വെക്കാം. എന്നിട്ട് ഒരു ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഈ വേവിച്ച ചീനി അല്ലെങ്കിൽ കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് നന്നായിട്ട് നമുക്ക് മാഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് നമ്മളത് ഇളക്കി കൊടുക്കണം. അപ്പോൾ നന്നായിട്ടത് പൊടിഞ്ഞു വരും. എന്നിട്ട് നമുക്ക് ആ മീൻ പീര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല ഫൈനായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇത് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ഇതിനകത്ത് മുള്ളുണ്ട്. നമ്മളതെല്ലാം റിമൂവ് ചെയ്യണം. കാര്യം കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ നമുക്കത് മുള്ള് അവർക്ക് തൊണ്ടയിൽ കുരുങ്ങും. അതുകൊണ്ട് നമ്മളത് റിമൂവ് ചെയ്യണം. വലിയവർക്കാണെങ്കിൽ ഇത് മുള്ള് കഴിക്കുന്നത് നല്ലതാണ്. അതിനകത്ത് omega-3 ഫാറ്റി ആസിഡ് ഉണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നന്നായിട്ട് നമ്മളിത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മീൻ പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് കടുക് വറുത്ത് വെച്ചിരിക്കുന്നത് താളിച്ചു കൊടുക്കാം. നമ്മുടെ കപ്പ മീൻ പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ഇത് തയ്യാറാക്കി നോക്കിയിട്ട് ഞങ്ങളെ കമൻറ്റ് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അടുത്ത വീഡിയോയുമായിട്ട് വരുന്നിടം വരെ സ്റ്റേ ട്യൂൺ. ബൈ.